വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ വിഷ്ണുവിൻ്റെ സന്തോഷമൊക്കെ കണ്ടിട്ട് കാർത്തികയാണെങ്കിൽ റൂമിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ പിന്നീട് കാർത്തികയ്ക്ക് ആകെ അങ്ങ് ടെൻഷനാണ്. സത്യഭാമ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചാണ് മാരേജ് സർട്ടിഫിക്കറ്റ് എടുക്കും, പിന്നീട് റിസപ്ഷൻ നടത്തും എന്നൊക്കെ പറഞ്ഞത്. കുരുക്കിൽ നിന്നും കുരുക്കിലേക്ക് പോവുകയാണല്ലോ, ഇതൊക്കെ ആപത്താണല്ലോ എന്നൊക്കെ പറഞ്ഞ് കാർത്തിക ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. ഈ സമയത്ത് ശ്യാമ അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഇവളെ കൊണ്ട് എങ്ങനെയെങ്കിലും സത്യം പറയിപ്പിച്ചേ മതിയാകും എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടൊക്കെ ശ്യാമ ആണെങ്കിൽ കാർത്തികയുടെ അടുത്തേക്ക് വരികയാണ്. അന്നേരം എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ഇല്ല, ഒന്നുമില്ല, വെറുതെ എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ആയിട്ട് പൊരുത്തപ്പെടാനും എല്ലാവരുമായിട്ട് പരിചയപ്പെടാനും ഒക്കെ കുറച്ച് സമയം വേണമെന്നാണ്. പക്ഷേ ഇതിപ്പോൾ ഒരുപാട് സമയം കഴിഞ്ഞല്ലോ, കാർത്തിക എന്താ നമ്മളോടൊപ്പം ഒന്നും കൂടാത്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം കാർത്തിക അങ്ങ് വല്ലാതാവുന്നുണ്ട്, ആകെ ടെൻഷനിലാണ്. സത്യങ്ങളൊക്കെ വായിൽ നിന്ന് വെളി വീണുമോ എന്നുള്ളൊരു സംശയമൊക്കെ കാർത്തികയ്ക്കുണ്ട്. അന്നേരം അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് കാർത്തിക അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ ശ്യാമ ഇങ്ങനെ പിടിച്ചു നിർത്തുകയാണ്. അല്ല, അങ്ങനെ എന്തോ ഉണ്ട്, ഇനി സത്യാമ്മ പറഞ്ഞു തന്നിട്ടുണ്ടോ ഞങ്ങളോട് ആരോടും കൂട്ടുകൂടണ്ട എന്നൊക്കെ? സത്യാമ്മ ഒഴിച്ചു ബാക്കി എല്ലാവരും കുഞ്ഞേച്ചിയുടെ പക്ഷത്താണ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ഇല്ല, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുകയാണ്. തുടർന്ന് എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ എനിക്ക് ഇവിടെ ഉള്ളവരെയൊക്കെ നേരത്തെ അറിയാമായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് എല്ലാ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു. പക്ഷേ കാർത്തിക അങ്ങനെയല്ലല്ലോ. പിന്നെ കുഞ്ഞേച്ചി എന്ന് പറഞ്ഞത് ആരാണെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ്. വിഷ്ണുവേട്ടൻ്റെ ഭാര്യയാണ് ശാലിനി ചേച്ചി, എൻ്റെ കൂടപ്പിറപ്പാണ്. പിന്നെ ശാലിനി ചേച്ചിയാണെങ്കിൽ വിഷ്ണുവേട്ടനെ മനസ്സിൽ വെച്ച് ഒരു ദൈവത്തെ പോലെയാണ് ആരാധിച്ചിരുന്നത്. അപ്പോൾ വിഷ്ണുവേട്ടൻ്റെ ഭാര്യയായിട്ട് കുഞ്ഞേച്ചി ശാലിനി ചേച്ചി തന്നെ വരണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതിനിടയിൽ കാർത്തിക വന്ന് കയറിയപ്പോൾ എനിക്ക് വല്ലാത്തൊരു ദേഷ്യമൊക്കെ ഉണ്ടായി. പക്ഷേ അത് കാർത്തികയോടല്ല, വിഷ്ണുവേട്ടനോടാണ്. ശാലിനി ചേച്ചിയോടുള്ള സ്നേഹമൊക്കെ ഇത്ര പെട്ടെന്നങ്ങ് മറന്നു എന്നതിൽ വിഷ്ണുവേട്ടനോട് ദേഷ്യമുണ്ട്, ഇപ്പോഴുമുണ്ട്. പക്ഷേ കാർത്തിക എന്ത് പിഴച്ചു അല്ലേ? കാർത്തിക ഒരു അനാഥയാണ്, അനാഥാലയത്തിലാണ് വളർന്നത് എന്നൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമൊക്കെ തോന്നി എന്ന് പറയുകയാണ്. ഈ സമയത്ത് അത്രയും സംസാരിച്ച് കഴിയുമ്പോഴും കാർത്തിക ഒന്നും മിണ്ടുന്നില്ല. ശ്യാമ വീണ്ടും വീണ്ടും സംസാരിക്കുകയാണ്. ഈ സമയത്ത് സത്യഭാമയാണെങ്കിൽ ആ റൂമിൻ്റെ വാതിൽക്കലേക്ക് വരുന്നുണ്ട്. പക്ഷെ അവിടം തൊട്ട് മാത്രമേ സത്യഭാമ കേൾക്കുന്നുള്ളൂ. തുടർന്ന് കാർത്തികയോട് ചോദിക്കുകയാണ്, നമുക്കൊന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നാലോ എന്ന്. അന്നേരം ഞാനില്ല എന്നിങ്ങനെ പറഞ്ഞ് കാർത്തിക വീണ്ടും പോകാൻ തുടങ്ങുമ്പോൾ ശ്യാമ ഇങ്ങനെ പിടിച്ചു നിർത്തുകയാണ്. ഇല്ല, കാർത്തികമായിട്ട് അടുത്തിടപഴകാനും സൗഹൃദം സ്ഥാപിക്കാനും ഒക്കെ ഒരു അവസരമല്ലേ, അതുകൊണ്ടാണ്. കാർത്തിക ഇഷ്ടമല്ലെങ്കിൽ വേണ്ട എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം സത്യഭാമ ഇതൊക്കെ അങ്ങ് ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് കാർത്തിക പറയുന്നുണ്ട്, അല്ല അതുകൊണ്ടൊന്നുമല്ല, ഞാൻ സത്യാമ്മയോടൊന്ന് ചോദിച്ചിട്ട് എന്നിങ്ങനെ പറയുമ്പോൾ സത്യാമ്മയോടോ എന്നിങ്ങനെ ശ്യാമ ചോദിക്കുകയാണ്. ഈ സമയത്ത് ഭാമ പറയുന്നുണ്ട്, പോയിട്ട് വാ കാർത്തിക എന്ന് പറയുകയാണ്. അന്നേരമാണ് ശ്യാമയും കാർത്തികയും സത്യഭാമയെ കാണുന്നത്. അന്നേരം ശ്യാമ ഒന്ന് ഞെട്ടുകയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ സത്യാമ്മ കേട്ട് കാണുമെന്നും പറഞ്ഞിങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഭാമ ഒന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. തുടർന്ന് അവരുടെ അടുത്തേക്ക് സത്യഭാമ വരുന്നുണ്ട്. അമ്പലത്തിലേക്ക് ഒന്ന് പോയിട്ട് വാ, ഭഗവാനെ കാണാനല്ലേ, കുഴപ്പമൊന്നുമില്ല, പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഈ അകൽച്ചയൊക്കെ ഒന്ന് മാറും എന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കാർത്തിക റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. ഈ സമയത്ത് ശ്യാമയും അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ പറയുന്നുണ്ട്, സത്യഭാമ പറയുന്നുണ്ട്, കാർത്തികമായിട്ട് അടുത്തിടപഴകുന്നതും സൗഹൃദം സ്ഥാപിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ എന്നിങ്ങനെ പറയുമ്പോൾ അത് സത്യാമ്മയെന്നും പറഞ്ഞിങ്ങനെ ശ്യാമ ആകെ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അന്നേരം ഒന്നുമില്ല, ഭഗവാനെ കാണുമ്പോൾ നല്ല വിചാരങ്ങൾ മാത്രമേ മനസ്സിലുണ്ടാകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശ്യാമയുടെ താടിക്ക് എങ്ങനെ പിടിച്ചിട്ട് ചെല്ല്, പോയി ഡ്രസ്സ് മാറി പോയിട്ട് വാ എന്നിങ്ങനെ ഭാമ പറയുകയാണ്. എന്നിട്ട് ഭാമ ഇങ്ങനെ കുറേ നേരം അവിടെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. തുടർന്ന് ഒരു ഓട്ടോയിൽ അമ്പലത്തിലേക്ക് കാർത്തികയും ശ്യാമയും കൂടി പോവുകയാണ്. പക്ഷേ അമ്പലത്തിൻ്റെ പാതി വഴിക്ക് വെച്ച് ഓട്ടോ നിർത്താനായിട്ട് ശ്യാമ പറയുന്നുണ്ട്. തുടർന്ന് അവിടെ ഇറങ്ങിയിട്ട് ഓട്ടോ കാശൊക്കെ കൊടുത്ത് ശ്യാമ പറഞ്ഞു വിടുകയാണ്. തുടർന്ന് ഇവിടെ അമ്പലം എന്നിങ്ങനെ കാർത്തിക ചോദിക്കുമ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ്, നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഓട്ടോ പോവില്ലേ എന്ന് കാർത്തിക ചോദിക്കുകയാണ്. അതിന് കാർത്തികയ്ക്ക് നടക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണല്ലേ, സത്യാമ്മയുടെ വീട്ടിൽ കാറുണ്ടെങ്കിലും അമ്പലത്തിലേക്ക് ഞാൻ നടന്നാണ് പോകാറുള്ളത്, ഇതിപ്പോൾ കാർത്തിക ഉള്ളത് കൊണ്ടാണ് ഓട്ടോ വിളിച്ചത്, ഞങ്ങൾ പണ്ട് തൊട്ടേ സഹോദരിമാർ അങ്ങനെയാണ്, ഒരു പൈസ മിച്ചം പിടിച്ചാൽ അത്രയും ആയല്ലോ എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് ചോദിക്കുന്നുണ്ട്, അല്ല കാർത്തികയുടെ വീട്ടിൽ കാറും സൗകര്യങ്ങളൊക്കെ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് എടുത്ത വായിലെ കാർത്തിക അങ്ങനെ ഒരുപാടൊന്നും എന്നിങ്ങനെ പറയാനായിട്ട് വരികയാണ്. പക്ഷെ പെട്ടെന്ന് അങ്ങ് അവിടെ നിർത്തുന്നുണ്ട്. തുടർന്ന് ഞാൻ അനാഥാശ്രമത്തിലാണ് വളർന്നത്, മുൻപ് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് പറയുകയാണ്. അന്നേരം അതൊക്കെ സത്യാമ്മയോട് ആയിരിക്കും പറഞ്ഞിട്ടുള്ളത്, സത്യാമ്മ ഇതൊന്നും ഞങ്ങളോടൊന്നും ഷെയർ ചെയ്യാറില്ല എന്നിങ്ങനെ പറയുകയാണ്. പെട്ടെന്ന് കാർത്തിക അങ്ങ് തപ്പുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, അല്ല കാർത്തിക എന്തോ പറഞ്ഞു വന്നല്ലോ, ഒരുപാടൊന്നും എന്നിങ്ങനെ ശ്യാമ ചോദിക്കുകയാണ്. അന്നേരം അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല, പെട്ടെന്ന് ഓർമ്മ വന്നതാണ്, ഒരുപാട് സ്വപ്നങ്ങളൊന്നും കണ്ടിട്ടില്ല, അനാഥാശ്രമത്തിൽ വളരുന്നവർക്ക് എന്തോ ഒരു സ്വപ്നങ്ങൾ എന്നിങ്ങനെ ശ്യാമയുടെ മുഖത്ത് നോക്കാതെ കാർത്തിക പെട്ടെന്നങ്ങ് പറഞ്ഞു ഒപ്പിക്കുന്നുണ്ട്. അന്നേരം പഠിച്ച കള്ളി തന്നെ എന്നിങ്ങനെ ശ്യാമ മനസ്സിൽ കരുതുകയാണ്.
ഈ സമയത്ത് അവരുടെ അടുത്തേക്ക് ശാലിനിയുടെ വണ്ടി വന്ന് നിൽക്കുകയാണ്. ജില്ലാ കളക്ടർ എന്നുള്ള വണ്ടിയുടെ ബോർഡ് കാണുമ്പോഴേ കാർത്തികയുടെ പകുതി ജീവനങ്ങ് പോകുന്നുണ്ട്. പിന്നെ ശാലിനി അതിൽ നിന്നും അവൻ ഗെറ്റപ്പോട് കൂടിയൊക്കെ ഇറങ്ങുന്നത് കാണുമ്പോൾ കാർത്തിക നിന്നങ്ങ് വിയർക്കുകയാണ്. തുടർന്ന് ശ്യാമ ചോദിക്കുകയാണ്, ഇതാരാണെന്ന് നിനക്കറിയില്ലേ? എൻ്റെ കുഞ്ഞേച്ചിയാണ്, വിഷ്ണുവേട്ടൻ്റെ ഭാര്യ. ശാലിനി ജില്ലാ കളക്ടറാണ്. ശാലിനി വിഷ്ണു IAS എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം കാർത്തിക ആകെ അങ്ങ് പേടിച്ച് നിൽക്കുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, നിന്നെ പേടിപ്പിക്കാനോ ഭീഷണിപ്പെടുത്താനോ ഒന്നിനുമല്ല വന്നത്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. അതിന് ആത്മാർത്ഥമായിട്ട് മറുപടി പറഞ്ഞാൽ മാത്രം മതി എന്ന് പറയുകയാണ്. തുടർന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്, നിൻ്റെയും വിഷ്ണുവേട്ടനെയും കല്യാണം നടന്നത് എവിടെ വെച്ചാണ് എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, അമ്പലത്തിൽ വെച്ച് എന്നിങ്ങനെ പറയുമ്പോൾ, അങ്ങനെ ഒരു വിവാഹം പാലോട് മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് നടന്നിട്ടില്ല. അതിൻ്റെ വ്യക്തമായ CCTV തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ കാർത്തികേയൻ അന്തം വിടുകയാണ്. ഈശ്വരോ, ഇതിപ്പോൾ പ്രശ്നമായല്ലോ, ഇനിയിപ്പോൾ എന്താ പറയുക എന്നും പറഞ്ഞ് നിൽക്കുകയാണ്. തുടർന്നും ചോദിക്കുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ കളക്ടറായിട്ടല്ല ഞാൻ നിന്നോട് സംസാരിക്കുന്നത്, ഒരു സാധാരണ സ്ത്രീ ആയിട്ടാണ് സംസാരിക്കുന്നത്. എവിടെ വെച്ചാണ് വിവാഹം നടന്നത് എന്ന് ചോദിക്കുമ്പോൾ, വിവാഹം നടന്നത് തന്നെയാണ് ശാലിനി, അത് വേറൊരു അമ്പലത്തിൽ വെച്ചാണ് എന്ന് പറയുമ്പോൾ, ഏത് അമ്പലവും ചോദിക്കുകയാണ്. അന്നേരം അമ്പലത്തിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി എന്ന് പറയുകയാണ്. തുടർന്ന് ശാലിനിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ സംയമനത്തോടുകൂടി ശാലിനി വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്, നിനക്ക് വിഷ്ണുവേട്ടനെ എങ്ങനെയാണ് പരിചയം, എവിടെ വെച്ചാണ് നിങ്ങൾ കണ്ടുമുട്ടിയത് എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ശാലിനി നാട് വിട്ടതിന് പോയതിന് ശേഷമാണ് ഞങ്ങളത് പരിചയത്തിലായതും ഇഷ്ടപ്പെട്ടതും എന്നിങ്ങനെ പറയുകയാണ്. ശാലിനിയും കടിച്ചു പിടിക്കുകയാണ്. തുടർന്നും ശാലിനിയെ ചോദിക്കുകയാണ്, നിനക്ക് വീടും അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എവിടെയാണ് നിൻ്റെ വീട് എന്നൊക്കെ ചോദിക്കുമ്പോൾ, എനിക്ക് അച്ഛനും അമ്മയും ഒന്നുമില്ല, ഒരു അനാഥാലയത്തിലാണ് ഞാൻ വളർന്നത് എന്നിങ്ങനെ പറയുമ്പോൾ, ഏത് അനാഥാലയം എന്നിങ്ങനെ ശാലിനി ചോദിക്കുകയാണ്. ഒത്തിരി ഉച്ചത്തിലാണ് ചോദിക്കുന്നത്. അന്നേരം ഞാൻ എന്തിന് ഇതൊക്കെ നിങ്ങളോട് പറയണം, ഞാൻ എന്താ വല്ല കൊലയോ കുറ്റമോ എന്തെങ്കിലും ചെയ്തോ, കുറ്റവാളികളോട് ചോദ്യം ചെയ്യുന്ന പോലെ എന്നോട് ചോദിക്കാൻ എന്നിങ്ങനെ പറയുമ്പോൾ, എൻ്റെ അഭ്യാസമൊന്നും എൻ്റെ അടുത്ത് വേണ്ട, ഞാൻ ഇതുവരെ സംസാരിച്ചത് വിഷ്ണുവേട്ടൻ്റെ ഭാര്യ എന്നുള്ളതിലാണ്. ഇനി സംസാരിക്കാൻ പോകുന്നത് ശാലിനി വിഷ്ണു IASുമായിട്ടല്ല, നിന്നെ പോലുള്ള കറതീർന്ന കുറ്റവാളികളെ കൊണ്ട് സത്യം ഛർദ്ദിപ്പിക്കാനായിട്ട് നല്ല ഇടിക്കാരികളുണ്ട് കേരള പോലീസിൽ. അന്ന് നീ എൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് സത്യം പറയും. അന്ന് ഈ ഒരു ദയൊന്നും എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. സെൻട്രൽ ജയിലിൽ ആൾമാറാട്ടത്തിനും വഞ്ചനാ കുറ്റത്തിനുമൊക്കെ എണ്ണി കിടക്കുമ്പോൾ, ആ പുഴുത്ത് നാറുമ്പോൾ നീ ഓർക്കും, ഈ സമയത്ത് എന്നോട് സത്യം പറയാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കാർത്തിക ആകെ നിന്നങ്ങ് വിയർക്കുകയാണ്. തുടർന്ന് ശാലിനി കാർത്തിക ഒന്നും പറയില്ല എന്ന് മനസ്സിലായി. നിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ മധുശ്രീയുടെ പേര് പറഞ്ഞാൽ പെടും എന്നിങ്ങനെ കാർത്തിക മനസ്സിൽ കരുതുന്നുണ്ട്. തുടർന്ന് ഈ കാർത്തികയുടെ പേടിയും വെപ്രാളവും ഒക്കെ കണ്ടിട്ട് പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, നിനക്ക് ആരെങ്കിലും പേടിക്കുന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി ഞാൻ എല്ലാം ക്ലിയർ ആക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ടും കാർത്തിക സത്യം പറയാനായിട്ട് അവിടെ തയ്യാറാകുന്നില്ല. തുടർന്ന് ശാലിനി ഇങ്ങനെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം കാർത്തിക പേടിക്കുന്നുണ്ട്, പോലീസിനെയാണ് ഫോൺ ചെയ്യുന്നത് എന്നറിഞ്ഞിട്ട്. അന്നേരം ശാലിനി ഞാൻ സത്യം പറയാം എന്നിങ്ങനെ കാർത്തിക പറയുകയാണ്. പക്ഷേ ഈ സമയത്ത് ശാലിനി ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ ശാലിനിയുടെ ഫോൺ പിറകിലൂടെ വന്ന് സത്യഭാമയെ അങ്ങ് പിടിച്ചു വാങ്ങുകയാണ്. അന്നേരം സത്യഭാമയെ കാണുമ്പോഴാണ് കാർത്തികയ്ക്ക് ആകെ അങ്ങ് ആശ്വാസമാകുന്നത്. അതിന് മുന്നേ സത്യാമ്മയൊന്നും ഇല്ലല്ലോ രക്ഷിക്കാൻ എന്നൊക്കെ കാർത്തിക ചിന്തിക്കുമ്പോൾ, നിന്നെ പൊതിഞ്ഞു പിടിക്കാനായിട്ട് ഇവിടെ സത്യാമ്മയൊന്നും ഇല്ല എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. തുടർന്ന് സത്യഭാമയെ കാണുമ്പോൾ ശ്യാമയും അങ്ങ് ഞെട്ടുന്നുണ്ട്. ശാലിനി ഒരു നിമിഷം ഒന്ന് ഞെട്ടുകയാണ്. കാർത്തികയ്ക്ക് അങ്ങ് ആശ്വാസമാവുന്നുണ്ട്. ദേഷ്യത്തോടു കൂടി ശ്യാമയെയാണ് സത്യഭാമ ആദ്യം ഒരു നോട്ടം നോക്കുന്നത്. എന്നിട്ട് ശാലിനിയോടാണ് സംസാരിക്കുന്നത്. വിചാരണയും ശിക്ഷാവിധിയും ഒന്നും ഇല്ലാതെ കളക്ടറമ്മ നേരിട്ടങ്ങ് തടവ് ശിക്ഷയ്ക്ക് വിധിക്കുമോ, വധശിക്ഷയ്ക്ക് വിധിക്കുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം പിന്നെ ശാലിനി ഒന്നും മിണ്ടുന്നില്ല. തുടർന്ന് ഇതിനെല്ലാം കുട പിടിച്ച് എടുക്കാനായിട്ട് ഒരു അനിയത്തിയും എന്നിങ്ങനെ പറഞ്ഞിട്ട് ശ്യാമയെ നോക്കുകയാണ്. തുടർന്ന് സത്യഭാമയോട് ശാലിനിക്ക് ഒരു കുലുക്കവും ഇല്ലാതെ തന്നെ നിൽക്കുകയാണ്. സത്യാമ്മ ഇവള് പറയുന്നത് മുഴുവൻ കള്ളമാണ് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഇവളും വിഷ്ണുവേട്ടനും തമ്മിലുള്ള വിവാഹമൊന്നും നടന്നിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ, അങ്ങനെ ഒരു കള്ളം പറഞ്ഞതുകൊണ്ട് അവൾക്ക് എന്താ ലാഭം, പക്ഷേ നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് ലാഭമുണ്ടല്ലോ, വിഷ്ണുവിന് നിന്നെ ഇഷ്ടമല്ല എന്നുള്ളത് പകലുപോലെ സത്യമായ കാര്യമല്ലേ, അവന് വിവാഹമോചനത്തിൽ ആ പേപ്പറിൽ ഒപ്പിടാനായിട്ട് 100 വട്ടം സമ്മതമാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നത്. അപ്പോഴേക്കും നീ ആ പേപ്പറിൽ പ്രണയം അങ്ങോട്ട് നിറച്ച് എഴുതി വെച്ചിരിക്കുന്നു, ഇനിയും അവൻ്റെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങി കിടക്കാനായിട്ട് നിനക്ക് നാണമില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശാലിനി പറയാനായിട്ട് പോകുന്നുണ്ട്, ഇവള് പറയുന്നതൊക്കെ കള്ളമാണ് എന്നുള്ളതൊക്കെ. പക്ഷെ ഒന്നും സമ്മതിച്ചു കൊടുക്കാനായിട്ട് അവിടെ സത്യഭാമ തയ്യാറല്ല. ഇവളെ
എല്ലാ വിധിയും ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ നീ ഇവളെ ഭീഷണിപ്പെടുത്താനായിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ. ഇവളെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കടലാസ് എഴുതി കൊടുത്താലുണ്ടല്ലോ കളക്ടർ അമ്മയ്ക്ക് കൊതുവിനെ അടിച്ച് വീട്ടിലിരിക്കേണ്ടി വരും. ഇനി ഇങ്ങനെ പോലീസും പട്ടാളവും ഒക്കെ ആയിട്ട് ഇവളുടെ പിന്നാലെ വന്നാലുണ്ടല്ലോ നിൻ്റെ കസേര ഞാൻ തെറിപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇവളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ചോദിച്ചറിയാനായിട്ട് നീ ആരാ, പോലീസോ എന്നിങ്ങനെയൊക്കെ ഭാമ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. കുറച്ചൊക്കെ നിയമം എനിക്ക് അറിയാം, എന്നെ പഠിപ്പിക്കാനായിട്ട് വരണ്ട എന്നൊക്കെ പറയുകയാണ്. പക്ഷേ അതിന് മുകളിൽ പറയാനായിട്ട് ശാലിനിക്ക് അറിയാം. പക്ഷേ ശാലിനി അവിടെ കടിച്ചു പിടിക്കുകയാണ്. പക്ഷെ പേടിച്ചല്ല, നല്ല ഗൗരവത്തോടു കൂടി തന്നെയാണ് ശാലിനി ഭാമയോട് സംസാരിക്കുന്നത്. തുടർന്നും പറയുന്നുണ്ട്, ഇനി ഒരിക്കലും നീ എൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല. ഇവള് തന്നെയാണ് എൻ്റെ വിഷ്ണുവിൻ്റെ ഭാര്യ എന്നൊക്കെ പറയുകയാണ്. നിന്നെ അവൻ ഇഷ്ടമല്ല, വെറുപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട്. തുടർന്നും വാ മോളെ എന്നും പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് കാർത്തികയും വിളിച്ചുകൊണ്ട് ഇനി ഒരിക്കലും ഇവളുടെ ജീവിതത്തിലേക്ക് വരല്ല് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് ശ്യാമയോടും പറയുന്നുണ്ട്, നീ ഇവളയോട് സൗഹൃദ സംഭാഷണത്തിന് എന്നോളം അനുനയിപ്പിച്ച് അമ്പലത്തിലേക്കെന്നും പറഞ്ഞ് ഇറങ്ങിയപ്പോഴും എനിക്ക് സംശയമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പിന്നാലെ വന്നത് എന്നൊക്കെ പറയുമ്പോൾ ശ്യാമ ആകെ പേടിച്ച് നിൽക്കുകയാണ്. തുടർന്ന് കാർത്തിക നല്ല ആശ്വാസത്തിൽ നിൽക്കുന്നുണ്ട്. ശാലിനിയെ ഒന്നും പറയാനായിട്ട് അവിടെ സത്യഭാമ സമ്മതിക്കുന്നില്ല. ശാലിനിക്ക് നേരെ കൈ ചൂണ്ടിയും ആക്രോശിച്ചും ഇനി ഇവളുടെ ജീവിതത്തിലേക്ക് കയറി വരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആക്ഷേപിച്ച് സത്യഭാമ അവിടെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം വാ മോളെ എന്നും പറഞ്ഞിട്ട് കാർത്തികയെ വിളിച്ചുകൊണ്ട് കാറിനടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് കാറിൽ കയറാനായിട്ട് പറയുന്നുണ്ട്. തുടർന്ന് അവിടെ തന്നെ തിരിഞ്ഞു നിന്നിട്ട് നീ വരുന്നില്ലേ എന്നിങ്ങനെ ശ്യാമയോട് ചോദിക്കുകയാണ്. ശ്യാമ ആകെ പേടിച്ച് നിൽക്കുകയാണ്. നേരെ ചെല്ലി എന്നിങ്ങനെ ശാലിനി തലയാട്ടുമ്പോൾ ശ്യാമയാണെങ്കിൽ കാറിനടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അതിനുശേഷം സത്യഭാമ വീണ്ടും ഈ ശാലിനിയുടെ അടുത്തേക്ക് വരികയാണ്. പറയുന്നുണ്ട്, എൻ്റെ അനുവാദത്തോടു കൂടിയല്ല അവൾ കാർത്തികയും വിളിച്ചുകൊണ്ട് നിൻ്റെ അടുത്തേക്ക് വന്നത്. പക്ഷേ അത് ഞാനങ്ങ് ക്ഷമിക്കുകയാണ്. അവളെ ഈ കാറിൽ തന്നെ ഞാൻ കൊണ്ടുപോവുകയാണ്. പക്ഷേ ഇനി ഒരിക്കൽ കൂടി അവളത് ആവർത്തിച്ചാൽ ഒരു പൂച്ചക്കുഞ്ഞിനെ കൊണ്ടുവന്ന് കളയുന്നത് പോലെ ഈ നട റോഡിൽ ഞാൻ അവളെ കൊണ്ടുവന്ന് കളയും. അതിന് പകലായാലും രാത്രിയായാലും. പിന്നീട് സത്യഭാമയുടെ വീടിൻ്റെ വാതിൽ അവൾക്ക് വേണ്ടി തുറക്കില്ല. കളക്ടറമ്മ അത് ഓർമ്മിച്ചു വച്ചോ എന്ന് പറഞ്ഞിട്ട് ശാലിനിയുടെ ഫോൺ സത്യഭാമയുടെ കയ്യിലിരിക്കുകയാണല്ലോ, അത് ശാലിനിയുടെ ഇങ്ങനെ കൈ പിടിച്ച് ശാലിനിയുടെ കയ്യിലേക്ക് ഇങ്ങനെ അടിച്ചങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഭാമ അങ്ങ് തിരിച്ചു പോകുന്നുണ്ട്. ദേഷ്യത്തോടു കൂടി അങ്ങ് കാറിൽ കയറി പോവുകയാണ്. അന്നേരവും ആകെ ദേഷ്യത്തിലങ്ങ് നിൽക്കുകയാണ് ശാലിനി. അവിടെ കാർത്തികയോട് ചോദിച്ചറിയാനും പറ്റിയില്ല. സത്യഭാമ വന്ന് ചാടുകയും ചെയ്തു. ഇനി എന്താണ് വഴി എന്നുള്ള ഉദ്ദേശത്തിൽ ശാലിനി നിൽക്കുകയാണ്. ഇത്രയുമാണ് പുതിയ എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിലൊക്കെയാണ് കാർത്തികയെക്കുറിച്ച് അറിയാനുള്ള വഴികളൊക്കെ ശാലിനി നോക്കുന്നത്. ശാലിനിയും കമലിനും കൂടെയൊക്കെ ചേർന്ന് കാർത്തികയെ കണ്ടുപിടിക്കാനുള്ള വഴിയൊക്കെ നോക്കും. ഈ പറയുന്ന ജയശങ്കറൊക്കെ ശാലിനിയുടെ മുന്നിലേക്ക് വരും. അങ്ങനെയുള്ള എപ്പിസോഡുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കാണാം. അതിനുശേഷം വിഷ്ണു ആണെങ്കിൽ തൻ്റെ മകളാണോ എന്നറിയാനായിട്ടുള്ള അതിനൊക്കെ വഴിയൊക്കെ കണ്ടെത്താനായിട്ട് നോക്കും. അതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.